ഇടഞ്ഞ കൊമ്പനെ മെരുക്കാൻ സന്ദീപിന്റെ അടവ് നയം. ആനയെയും മോഹൻലാലിനെയും കെ മുരളീധരനെയും എത്ര കണ്ടാലും മലയാളിക്ക് മടുക്കില്ലെന്ന് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ നീരസം പരസ്യമായി പ്രഖ്യാപിച്ച മുരളീധരനെ മെരുക്കാൻ സന്ദീപിന്റെ അടവ് നയം. ആനയെയും മോഹൻലാലിനെയും കെ മുരളീധരനെയും എത്ര കണ്ടാലും മലയാളിക്ക് മടുക്കില്ല എന്നും ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ് അദ്ദേഹമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇടഞ്ഞ കൊമ്പനെ സന്ദീപ് വാര്യർ തളയ്ക്കാൻ ശ്രമിച്ചത്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം ഇതാദ്യമായി കെ മുരളീധരനൊപ്പം വേദി പങ്കിട്ടു. ശ്രീകൃഷ്ണപുരത്തെ പരിപാടിയിലാണ് ഇരുവരും വേദി പങ്കിട്ടത്. മുരളീധരനെ മുരളിയേട്ടൻ എന്ന് അഭിസംബോധന ചെയ്തായിരുന്നു സന്ദീപിന്റെ പ്രസംഗം. ഏറ്റവും ഇഷ്ടമുള്ള മുഖ്യമന്ത്രി കെ കരുണാകരനാണ്. മുരളീധരൻ സഹോദര തുല്യനാണ്. പഴയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മുരളീധരനെ വിമർശിച്ചിട്ടുണ്ട്. താനിപ്പോൾ കോൺഗ്രസുകാരനാണ്. മുരളിയേട്ടനും കോൺഗ്രസിനൊപ്പം ഇനിയുണ്ടാകും. മാരാർജി ഭവനിൽ പോയി ചൂരലെടുത്ത് അടിച്ച് അവരെ നന്നാക്കാനാവില്ല. മുരളീധരൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ വരാൻ താനാണ് അഭ്യർത്ഥിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിലും പാലക്കാട് തങ്ങൾ ജയിക്കുമെന്നും അദ്ദേഹത്തിന്റെ വരവിനെ എതിർത്തത് 2 കാരണങ്ങൾ കൊണ്ടെന്നും കെ മുരളീധരൻ ഞായറാഴ്ച പറഞ്ഞിരുന്നു. താൻ അറിയപ്പെടുന്ന കോൺഗ്രസുകാരനൊന്നുമല്ലെന്നും ഒരു എളിയ പാർട്ടി പ്രവർത്തകനാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. സന്ദീപ് വാര്യരുടെ വരവ് ടിവിയിലൂടെയാണ് അറിഞ്ഞതെന്നും സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാലും താൻ സ്വാഗതം ചെയ്യുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് ജനാധിപത്യത്തിൽ പതിവുള്ളതാണ്. അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. നാളെ ഇനി സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാലും ഞാൻ സ്വാഗതം ചെയ്യും. BJPയിൽ നിന്ന് ചില കൗൺസിലർമാർ വരുന്നുവെന്ന വാർത്തയുണ്ട്. അതിനെയും ഞാൻ സ്വാഗതം ചെയ്യും. സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് 2 എതിരഭിപ്രായം മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധിവധത്തെ ന്യായീകരിച്ചു. 2, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചു. വിമർശനം 2 തരത്തിലുണ്ട്. രാഷ്ട്രീയപരമായും വ്യക്തിപരമായും വിമർശിക്കാം. സുരേന്ദ്രനെ പറ്റി സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം നടത്തിയത് രാഷ്ട്രീയപരമായ വിമർശനമാണ്. അത് ഞങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയെ പറ്റി അദ്ദേഹം പറഞ്ഞത് അതല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. പക്ഷേ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇന്നലെ മുതൽ സന്ദീപ് വാര്യർ കോൺഗ്രസുകാരനായി. ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടതു മുതൽ അദ്ദേഹം UDF-കാരനുമായി. ഇനി അതിൽ തുടർ ചർച്ചകളില്ല. 20-ാം തീയതി പാലക്കാട് തെരഞ്ഞെടുപ്പാണ്. ഇന്നലെ മുതൽ കോൺഗ്രസുകാരനായി മാറിയ സന്ദീപ് വാര്യരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു എതിരഭിപ്രായവുമില്ല. കോൺഗ്രസ് മുങ്ങിത്താഴുകയുമൊന്നുമില്ല. ആര് വന്നാലും ഇല്ലെങ്കിലും കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോകും. സന്ദീപ് വാര്യർ വന്നില്ലായിരുന്നുവെങ്കിലും പാലക്കാട് കോൺഗ്രസ് ഉറപ്പായും ജയിക്കും. പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നന്നായി പഠിച്ചയാളാണ് ഞാൻ. 100% വിജയം ഉറപ്പാണ്. സന്ദീപ് വാര്യരുടെ വരവ് ടിവിയിലൂടെയാണ് അറിഞ്ഞത്. അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ അറിയപ്പെടുന്ന കോൺഗ്രസ്കാരനൊന്നുമല്ല, ഒരു എളിയ പ്രവർത്തകനല്ലേ. അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാർട്ടി തീരുമാനിച്ച സ്ഥിതിക്ക് അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണെന്നാണ് മുരളീധരൻ പറഞ്ഞത്.